വയലിനൊക്കെ വായിച്ചു ഷൈൻ ചെയ്തു. അന്ന് ഇവള് എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. മറിയന്റിക്ക് നാണം വരുന്നുണ്ടോ? ഇല്ല, ആന്റി ആ പഴയ ഏറ്റവും കൂടുതൽ വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്ത അതെ. ആ മഹത് വ്യക്തിനെ ഞാൻ പക്ഷേ യങ്ങാണ്, അത് young ആണ്, vibrant ആണ്. vibrant ആണ്. ആ. ആരായിരിക്കും? ആരായിരിക്കും കൂട്ടത്തിൽ ഇത്ര യങ്ങും വൈബ്രന്റ് ആയിട്ടുള്ള? ആരായിരിക്കും? ആരാകും? എവിടെ? എവിടെ നമ്മുടെ ഔസേപ്പച്ചൻ സാറും മറിയന്റിയും? ഓ, ഞാൻ തന്നെയാണ്. അതെ, ഔസേപ്പച്ചൻ സാർ, മറിയ ചേച്ചി, മറിയന്റി, വെൽക്കം. വെൽക്കം. നമ്മുടെ മ്യൂസിക്കൽ വൈഫിന്റെ ഷൂട്ടിന് എല്ലാ ദിവസവും മറിയാൻറ്റി ഉണ്ടാവും. പക്ഷെ ഇതുവരെയായിട്ടും ആന്റിനെ നമുക്ക് സംസാരിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു ക്ഷീണം നമുക്ക് ഇന്നത്തെ ഈ ഗെയിമോട് കൂടി തീർക്കണം. എന്ത് പറയുന്നു സാറേ? നോക്കാം, ശ്രമിക്കാം. ഓക്കെ, ഓക്കെ. റെഡ് ഔസേപ്പച്ചൻ സാറ്, വൈറ്റ് മറിയന്റി. ആദ്യത്തെ ചോദ്യം, ഉം. പിണക്കം മാറ്റാൻ ആദ്യം എഫേർട്ട് എടുക്കുന്നത് ആര്? ആര്? Any doubt? ഡൗട്ട്, അതെ, ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. അതെ, മറിയാന്റിയാണ്. ആ. അതെന്താ ഔസേപ്പച്ചൻ സാർ? ഞാൻ എഫർട്ട് എടുക്കാത്തതല്ല. ആ, കഴിയാവുന്നതും പിണക്കം ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഞാൻ തന്നെയായിരിക്കും. ആണോ മറിയന്റി? അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണോ? അതങ്ങനെ തന്നെയാ. അങ്ങനെ തന്നെയാണ്. അടുത്ത ചോദ്യം, ഇത് സാറിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാട്ടോ. ആ, ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? അത് ഞാൻ പ്രതീക്ഷിച്ചു. എത്ര വഴക്കിട്ടിട്ട് മിണ്ടാൻ ചെന്നില്ലെങ്കിലും അങ്ങനെയാ അത്. ഞാൻ അതൊക്കെ പിന്നെ എല്ലാം മറക്കും ഞാൻ. അതെന്താന്നറിയോ? ആ, ആ റൊമാൻറ്റിക് എന്ന് പറയുന്നത് പുള്ളിക്കാരത്തി സത്യത്തില് എന്നേക്കാൾ റൊമാൻറ്റിക് ആയിരിക്കാം, ആയിരിക്കും. ആ, പക്ഷെ അതങ്ങനെ പുറത്ത് പ്രകടിപ്പിക്കില്ല. ആ. പക്ഷെ ഞാൻ പ്രകടിപ്പിക്കും. പ്രകടിപ്പിക്കും. ഉള്ളുകൊണ്ട് അവളായിരിക്കും എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, ഫോണിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ആര്? അത് മാറിപ്പോയി. മറിയന്റിയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതാണ് ഔസേപ്പച്ചൻ സാർ പറഞ്ഞത്. രണ്ടുപേരുണ്ട്. രണ്ടുപേരുണ്ട്. അതെന്താ സംഭവം എന്നറിയോ? ആ, ഞാൻ അത്യാവശ്യ കാര്യങ്ങൾക്കാണ് ഞാൻ ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നത് ഒരുപാട് സമയം. ആ. ഒരാവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ വളവളാന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് കാലത്തോട്ട് വൈകുന്നേരം വരെ. അതുകൊണ്ടാണ് മറിയാന്റി ഉള്ളതാണോ ഇത്? മറിയാന്റി ഉള്ളതാണ്. രണ്ടാളും രണ്ടാളും നോക്കൂ, അങ്ങനെ എല്ലാം സമ്മതിച്ചിരുന്നില്ല. രാത്രി വരെ ഫോണിലാ. ആ, സാറ് രാത്രി വരെ ഫോണിലാന്ന്. അത് പണിയെടുക്കണ്ടേ? ആ, പണിയെടുക്കണ്ടേ? ഫോണിലൂടെയാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. പക്ഷെ ഇത് ആവശ്യമില്ലാത്ത ഫോൺ വിളികളാണ്. അതെ. ശ്ശോ. ഇനി നമ്മളിവിടെ എപ്പോഴും സാറിനെ വിളിക്കാറുള്ള ചുഞ്ചുരു മണി എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ പൂക്കി ആരാണെന്ന് അറിയണം. ആരാണ് പൂക്കി കൂട്ടത്തിൽ? പൂക്കി പൂക്കി എന്ന് പറഞ്ഞാൽ നമ്മള് ക്യൂട്ട് എന്നൊക്കെ പറയില്ലേ? ക്യൂട്ട്, നല്ല നമ്മുടെ പൂക്കിയുടെ അർത്ഥം ഇപ്പൊ കൊഞ്ചിപ്പിക്കുന്ന ആളാ. ആ, ഏറ്റവും കൂടുതൽ കൊഞ്ചിപ്പിക്കുന്ന അല്ലെ ഉള്ളിൽ കുട്ടിത്തമുള്ള ഒരാള് ആരായിരിക്കും? ആ. പേര് വെച്ചിട്ടില്ല. അപ്പൊ സാറ് തന്നെ വീട്ടിലെ പൂക്കി. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫാഷൻ സെൻസ് ഉള്ളത് ആർക്കാണ്? Fashion sense. കൂടുതലായിട്ട് കൂട്ടത്തില്. സ്റ്റൈലായിട്ട് ഡ്രസ്സ് ധരിക്കണം, അല്ലെങ്കിൽ കുറച്ച് ഫാഷനബിൾ ആയിട്ട് നടക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആരാണ്? സാർ ആലോചനയിലാണ്. നല്ല ആലോചനയാണല്ലോ. ഞാൻ ഇതെന്നെ ഓ! പക്ഷേ ഞാൻ ഫാഷനായിട്ട് വളരെ നല്ല ഷർട്ടും പാൻറ്റൊക്കെ ധരിക്കണമെന്ന് എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന അവളാണ്. ആ, പക്ഷെ ഇടുന്നത് ഇന്ന് ഞാനാണ് Select ചെയ്യുന്നത് സാറ് പോകുന്നത് അധികം. അതെ. 45 വർഷമായി സാറിന്റെ 81. കല്യാണം കഴിഞ്ഞിട്ട്. യെസ്. അതിന്റെ കാണാനുണ്ട് സാർ. 5-ൽ 5 പൊരുത്തം. നല്ലൊരു കൈയടി. ഒരെണ്ണം തെറ്റി. ഒരെണ്ണം തെറ്റിയോ? ആ, ഒരെണ്ണം ഫോണിൽ നോക്കുന്നത്. ആ, എന്നാ 5-4 ആ, പൊരുത്തം. അത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ കാണുന്നത് 80 അവസാനം, ആ, പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു. 81 കഴിഞ്ഞു. എനിക്ക് 17 വയസ്സ്. ആ, അന്ന് ഇവൾക്ക് 15 വയസ്സായിരിക്കണല്ലോ. ആ, ആ. ഞാൻ ഇവളെ കണ്ടിട്ടില്ല. ഞാൻ പറപ്പൂർ എന്ന് പറഞ്ഞ ഇവളുടെ സ്വദേശത്ത് അവിടുത്തെ ചരല് വിരിച്ച മുറ്റത്ത് കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാ പറയുന്നത്. ഇവള് വരാൻ കാരണം എന്നെ കാണാൻ വന്നതല്ല. ഇവളുടെ ആങ്ങളെ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. കാട്ടിലെ പാഴ്മുളൊക്കെ പാടുന്നു. അത്യാവശ്യം പാട്ട് പാടും. അപ്പൊ അത് കാണാൻ വന്ന കൂട്ടത്തില് ഞാനൊരു ഹിന്ദി പാട്ടൊക്കെ പാടി വയലിനൊക്കെ വായിച്ചു ഷൈൻ ചെയ്തു. അന്ന് ഇവള് എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ. ഈ ചേട്ടൻ കൊള്ളാലോ. അത് കല്യാണം കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ എനിക്കത് ഇൻസിഡന്റ് ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ ഇവളെ കണ്ടിട്ടില്ല. ഞാൻ ഇവളെ ചേട്ടനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇതാണ് ഈ പക്ഷി എന്ന് അറിയാതെ കണ്ട് പെണ്ണ് കാണുന്ന സമയത്തും ഞാൻ ഇവളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ എന്നെ നോക്കിയിട്ട് വെറുതെ ചുമരും, പണ്ടത്തേതാണ്, ചുമരും ചാരി നിന്നിട്ട് ഇങ്ങനെ
വെറുതെ ഒരു ഒറ്റ സ്മൈലിംഗ് ആണ്, ആ. ഒരൊറ്റ ചിരി. ആ. ഫസ്റ്റ് ചിരിയിൽ ഞാൻ പറയുന്നില്ലേ, ഒരു രാജവല്ലി എന്ന് പറയുന്ന പോലെ എനിക്ക് എന്റെ മനസ്സിലുണ്ടായി. മറിയാന്റിക്ക് നാണം വരുന്നുണ്ടോ? ഇല്ല, ആന്റി ആ പഴയ കഥകളൊക്കെ ഒന്ന് ആലോചിച്ചോണ്ടിരിക്കുക അല്ലേ? ഈ നിമിഷം മനോഹരമാക്കാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു ഇരട്ടി മധുരത്തിന് വേണ്ടിട്ട് ആ, നമ്മൾ ഒരു സംഭവം കൂടെ ചെയ്യാൻ പോണം. ഒരു ഒരു ചെറിയ കാര്യം ചെറിയൊരു കൂടെ ചെയ്യാം. കാര്യം. എന്താണിത്? കുറച്ച് റൊമാൻറ്റിക് ആവാൻ നമുക്ക്. ആ, എന്താ പറയുന്നു? റൊമാൻറ്റിക് ആവാൻ റെഡിയാണോ മറിയാന്റി? വേറൊന്നും ചെയ്യരുത്. വേറൊന്നും ഞാൻ ചെയ്യില്ല. 2 റോസ്. അതായത് ഇത്രേ ഉള്ളൂ ആന്റി, ടെൻഷൻ വേണ്ട. ഉമ്മയൊന്നും വെപ്പിക്കരുത് കേട്ടോ, അതൊന്നും ചെയ്യരുത്. അത് എന്തിനു മടിയില്ലാത്ത ആളാണ് ഔസേപ്പെട്ടെന്നാണ് പറയുന്നത്. ഔസേപ്പച്ചൻ സാർ പറയാം, ഞാൻ റെഡിയാണോ? എനിക്ക് ആഗ്രഹമുണ്ട്. ആയ കാരണം പറയണ. അതൊന്നും കുഴപ്പമില്ല. എനിക്ക് ഔസേപ്പച്ചൻ പ്രായമായ സാറിന് കാരനാണ് എനിക്ക് ആഗ്രഹം. ആ, ഒരു ഉമ്മയല്ലേ മറിയാന്റി? ഔസേപ്പച്ചൻ സാറിന്റെ ആഗ്രഹമല്ലേ? കുഴപ്പമില്ല. Please. ശരി. എന്നാ എന്നാ ഒരു റോസപ്പൂ തരാം. റോസപ്പൂ കൊടുക്കുന്നു, ഒരു ഉമ്മ കൊടുക്കുന്നു. ഓക്കെ Okay. ഓക്കെ, ഇപ്പൊ തരാം. വേഗം ഔസേപ്പ്, റോസപ്പൂ. വേഗം താ, വേഗം താ. മൂട് മാറുന്നതിന് മുമ്പ് പെട്ടെന്ന് താ. എനിക്ക് തന്നു. ജീവിതത്തില് എനിക്ക് ഞാൻ ഒരുപാട് സുന്ദരിമാരെ കണ്ടിട്ടുണ്ട്. അതെ, ഈ സുന്ദരിമാരെയൊക്കെ കാണുന്ന നേരത്ത് നല്ല കുട്ടിയെന്ന് തോന്നിയാലും എൻ്റെ മനസ്സിൽ നിന്ന് 1% പോലും അതെന്തോ ഇവളെന്തോ ഒരു സൂത്രം ചെയ്തിട്ടുണ്ടെന്നുകൊണ്ട്, എന്തോ മന്ത്രം ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇവിടെ മനസ്സിൽ നിന്ന് പോവാറില്ല ഏത് സാഹചര്യത്തിലും. അപ്പോൾ അങ്ങനെ ഞാൻ അത്രയ്ക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മറിയ, ഞാനിവിടെ മറിയ മൈ ഡാർലിംഗ് എന്നൊക്കെയാ പറയാ. അപ്പൊ ആ മറിയ മൈ ഡാർലിംഗിന് ഞാൻ ചൈത്രം സ്വപ്നം ചാലിച്ചോടിയതാണെന്നോ ഉഷസാം പെൺകിടാവേ നിന്റെ ചിത്രം ഇതുവരെ എന്തേ കണ്ടില്ല ഞാൻ. സാറിന്റെ സ്പിരിറ്റിന് വലിയൊരു കൈയടി. താങ്ക് യു. നമുക്കേ എന്തായാലും ഉമ്മ വെച്ചല്ലേ, നമുക്ക് 2 ഗിഫ്റ്റും കൂടെ അങ്ങോട്ട് കൈമാറിയാലോ? തീർച്ചയായിട്ടും. ആക്ച്വലി ഇവർക്ക് 2 പേർക്കും ഇങ്ങനെ ഇവിടെ ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഉണ്ട് എന്നുള്ളൊരു കാര്യം അറിയില്ല. 2 പേരും പരസ്പരം അറിയാതെയാണ് ഗിഫ്റ്റ് വാങ്ങിച്ചത്. അപ്പൊ ഇപ്പൊ ഇതൊരു സർപ്രൈസ് ആയി ഉണ്ടാവും. മറിയാന്റിക്ക് ഗിഫ്റ്റ് കിട്ടാൻ പോകുന്ന മറിയാന്റിക്ക് അറിയില്ല, ഔസേപ്പച്ചൻ സാറിന് ഗിഫ്റ്റ് കിട്ടാൻ പോകുന്ന ഔസേപ്പച്ചൻ സാറിനും അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ സർപ്രൈസ് ഇവിടെ പൊളിക്കാൻ വേണ്ടി പോവാണ്. എന്താണ് ആ ഗിഫ്റ്റ് എന്നുള്ളത് നമുക്ക് ഇപ്പൊ സാർ, അറിയാം. ഈ ഗിഫ്റ്റ് സാറ് വാങ്ങിച്ചതല്ലേ? ഇത് ഞാൻ വാങ്ങിച്ചത്. ആന്റിക്ക് വേണ്ടി വാങ്ങിച്ചതല്ലേ? അതെ. ആ. എന്റെ എല്ലാമായ മറിയയ്ക്ക് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഇനി ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട്. ഓക്കെ, കല്യാണം കഴിച്ച ഉടനെ കല്യാണം ഒരു ഹണിമൂൺ ട്രിപ്പ് ഉണ്ടായിരുന്നു, അന്നത്തെ ഫോട്ടോ ആണ്. ഓക്കെ, ഇനി ഒരു നല്ല കനമുള്ള ഗിഫ്റ്റും കൂടി ഉണ്ട്. ഇത് ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ചതിന്റെ കാരണം പറയാം. എൻ്റെ വൈഫ് മറിയ ഒരു ദിവസം കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ അടുക്കളയിൽ കയറിയാൽ പിന്നെ രാത്രി കിടന്നുറങ്ങണ സമയം 12 മണിക്കാണ് ഞാൻ കാണാറുള്ളൂ. അതുവരയ്ക്കും അടുക്കളയിൽ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കും. ആ അടുക്കള വിട്ടുവരില്ല. അത്രയും അടുക്കള പ്രിയമുള്ള ആളാണ്. അപ്പൊ അവൾക്ക് എനിക്ക് തോന്നി അവിടെ കാണാത്തൊരു സാധനം അവൾക്ക് വാങ്ങിച്ചു കൊടുക്കണം. ഇഷ്ടായോ? നല്ല ഭംഗിയുള്ള സാധനം. നല്ല ഭംഗിയുള്ള പായസമൊക്കെ വെക്കുന്നുണ്ട് അകത്ത്. ഭംഗിക്ക് വയ്ക്കും. ഓക്കെ, ഇനി ആന്റി സാറിന് വാങ്ങിച്ച ഗിഫ്റ്റ് അറിയാനുള്ള സമയമാണ്. പ്രതിഷേധം എന്താണെന്ന് അറിയാം. സെയിം ഫോട്ടോ, 2 പേര് സെയിം ഫോട്ടോ. അടിപൊളി കേട്ടോ. ഓ, ഇതാണ് മനപ്പൊരുത്തം. ഇതാണ് മനപ്പൊരുത്തം. പില്ലോയിലും അതേ ഫോട്ടോ ആണ്. അതുപോലെ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്, ചേട്ടന് സ്നേഹപൂർവം മറിയ. സാർ ഹാപ്പി ആയോ? ഭയങ്കര ഹാപ്പി. ഞങ്ങളും ഭയങ്കര ഹാപ്പി ആയി. അയ്യോ, നമുക്ക് ഒരുപാട് സന്തോഷായി. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു താങ്ക് യു സോ മച്ച്. താങ്ക് യു മറിയ.